മഹാസംഗീത നിശ തിരുവല്ലോമല പറക്കോട്ട് താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേശത്തിന്റെ സാംസ്കാരിക സദസ്സായ സംസ്കൃതിയിൽ കേരളത്തിൽ ആദ്യമായി ചെന്നൈയിൽ നിന്നുള്ള പ്രശസ്ത സിനിമ സംഗീതജ്ഞരെയും ജനപ്രിയ പിന്നണി ഗായകരെയും അണിനിരത്തിക്കൊണ്ട് സിനിമ ടെലിവിഷൻ താരം ശ്രീ സുദർശൻ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോ കൺസർട്ട് സുദർശൻ സുഖരാഗ് മെയ് 7-ാം തീയതി വ്യാഴാഴ്ച. നിങ്ങളുടെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായി വൈകുന്നേരം 7 മുതൽ 10:30 വരെ. ഏവർക്കും സ്വാഗതം. വിലക്കയറ്റത്തിലും കടുത്ത പാചകവാതക ക്ഷാമത്തിലും പ്രതിഷേധിച്ച് മെയ് 6-ന് ചേലക്കരയിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിടും. സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഹോട്ടൽ ബന്ദിൽ ചേലക്കരയിലെ മുഴുവൻ ഹോട്ടലുകളും പങ്കുചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം ഇരട്ടിയോളം വില വർദ്ധിപ്പിച്ചതിന് പശ്ചാത്തലത്തിൽ ഹോട്ടൽ വ്യവസായം നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ കാലത്ത് ആവശ്യത്തിന് ഗ്യാസ് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ലഭിക്കുന്ന ഗ്യാസിന് ഏകദേശം ഇരട്ടിയോളം വില കൂടിവരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ വ്യവസായം കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു ഭാരമേറിയ ഒരു ചുമതലയായി മാറ്റപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ നാളെ മെയ് 6-ന് എല്ലാ തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒരേ സ്ഥലത്ത് ഈ വില വർദ്ധനവിനെതിരായുള്ള സമരത്തിൻ്റെ ഭാഗമായി നാളെ കടകൾ അടച്ച് സമരത്തിലേർപ്പെടുകയാണ്. ഭക്ഷണ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, കടുത്ത ഗ്യാസ് ക്ഷാമം, വാണിജ്യ സിലിണ്ടറുകളുടെ ഭീമമായ വില വർധനവ് എന്നിവയിൽ പ്രതിഷേധിച്ചാണ് സമരം. ചേലക്കര വ്യാപാരി വ്യവസായി ഭവനിൽ ചേർന്ന അസോസിയേഷൻ യോഗത്തിലാണ് ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് 1300-ലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. മാർച്ചിൽ 115 രൂപയും ഏപ്രിലിൽ 195.50 രൂപയും വർദ്ധിച്ചതിന് പിന്നാലെ മെയ് 1-ന് ഒറ്റയടിക്ക് 993 രൂപയാണ് എണ്ണ കമ്പനികൾ കൂട്ടിയത്. വാണിജ്യ സിലിണ്ടറുകളും ഗാർഹിക സിലിണ്ടറുകളുടെയും വലിയ വിലവർദ്ധന നമ്മുടെ ഹോട്ടൽ വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീമമായ തുകയാണ് ഒരു സിലിണ്ടറിന് ഏകദേശം 1100 രൂപയിലധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം ആഹ്വാനപ്രകാരം സംസ്ഥാനത്ത് ഒട്ടാകെ നാളെ ഒരു സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചേലക്കരയിലുള്ള മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് ആ പ്രതിഷേധ സമരത്തിൽ ഭാഗമാവുകയാണ്. ഇതോടെ ഒരു സിലിണ്ടറിന്റെ വില 3000-ൽ പരം രൂപയായി ഉയർന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിതരണത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നതോടെ ഹോട്ടൽ മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചേലക്കരയിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ കൃഷ്ണൻകുട്ടി, മുഹമ്മദ് അർഷാദ്, സുരേഷ് കുമാർ സി, രമേശ് ചന്ദ്രൻ, മൊയ്തു ടിയു എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഹോട്ടൽ അസോസിയേഷന്റെ സമരത്തിന് ചേലക്കര ഹോട്ടൽ അസോസിയേഷൻ ഒരുമിച്ച് നിന്ന് അവരോടൊപ്പം പങ്കുചേരുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗമായ
ഗ്യാസിൻ്റെ പ്രതിസന്ധി ജീവിതത്തിലും ഓരോ വീട്ടിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോരുത്തർക്കും നമ്മുടെ വ്യാപാര സംബന്ധമായിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിൽ 1500 രൂപയോളം വില കയറിയിരിക്കുന്നത്. 1600 1700 രൂപയുള്ള ഗ്യാസ് സിലിണ്ടർ 3000-ൻ്റെ മേലെ സംഖ്യയായിട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CCV ന്യൂസ് ചേലക്കര.